കണ്ടാ. അപ്പോൾ സൗത്ത് കൊറിയയിലെ വിശേഷങ്ങളാണെങ്കിൽ കാണാൻ പോകണം. കണ്ടാ, ഇതിന് മുകളിൽ കൂടി ഒരു ബ്രിഡ്ജ് പോയേക്കാണ് ഉണ്ടളിയാ. ഇതേ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് യാർഡാണ് അത് കാണുന്നത്, ഹുണ്ടായിയുടെ. ഇവിടെ നമ്മൾ പണ്ട് വന്നിട്ടുണ്ട് ഒരു ഷിപ്പ് യാർഡ് ഡെലിവറി എടുക്കാനായിട്ട്. പുറത്തുള്ള വിശേഷങ്ങൾ ഇവിടെ എന്താണ് കാണാൻ പറ്റുന്നതെന്ന് കാണിച്ചു തരാം. കണ്ടാ, ഇവിടുന്ന് ഇങ്ങനെ അവർ ചെറുതായിട്ട് പതുക്കെ പതുക്കെ ഓരോരോ ക്രെയിം വെച്ച് സമയം എടുത്താണ് കേട്ടോ ഇവർ ലോഡ് ചെയ്യണത്. ഞങ്ങളുടെ കപ്പലല്ല, ഇത് വേറെ ഏതൊരു കപ്പലാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു ലാംഗ്വേജ് അറിയില്ല, ഒന്നും അറിയില്ല, ചുമ്മാ പുറത്തോട്ട് ഇറങ്ങിയൊക്കെയുണ്ട്. ഇവിടെ കുറേ കപ്പലുകൾ റോറോ കാരിയറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ച് പോവാം. അല്ലാണ്ട് ചുമ്മാ എന്താ പറയുക, ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാണ്ടാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കേണ്ട. എന്താ ഇന്ന് കുറേ സമയമുണ്ട് ഇവിടെ തിരിച്ച് വരാണ്ട്, സമയപരിധി ഒന്നുമില്ല. അതുകൊണ്ട് സമാധാനമായിട്ട് ഇങ്ങനെ നടക്കുക. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കടലിൽ ഒരു മാസമൊക്കെ കിടന്നിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സന്തോഷമില്ലേ? പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്തായാലും അത്രയും സ്ട്രഗിൾ ചെയ്ത് ഞങ്ങൾ ഇത്രയും കപ്പലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും കേട്ടോ. നമ്മൾ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്താൽ അതിനുള്ളത് നമുക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടുള്ളൂ. എന്തെങ്കിലും ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ ചെയ്യണം, അത് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കണം. തിരിച്ച് കിട്ടുമ്പോൾ അത് നമ്മൾ മാക്സിമം ലൈഫിൽ യൂസ് ചെയ്യണം. അല്ലാണ്ട് ചുമ്മാ പോയി കിടന്നിട്ട് റെസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ പണി എല്ലാം തീർത്ത് വെച്ച് ഒരു ബ്രേക്ക് ഇല്ലാണ്ട് തന്നെ എല്ലാ പണികളും തീർത്ത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയേക്കുന്നത്. അല്ലാണ്ട് നീ ഇന്ന് പണിയെടുക്കണ്ട, നീ ഇന്ന് കുക്ക് ചെയ്യേണ്ട, ഞങ്ങൾ പട്ടിണി കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് ആരും എന്നെ പുറത്തോട്ട് വിടൂല. എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാണ്ട്. അത് ചൂടാക്കി എൻ്റെ അസിസ്റ്റൻറ്റ് കൊടുത്തോളും. അതാണ്, അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും പുറത്തേക്ക് പോണത്. നമ്മൾ സീമാങ്ക്ലബിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, നടന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാതെ എല്ലാ രാജ്യത്തും നമുക്ക് വേണ്ടി, സീമാമാർക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു എന്താ പറയുക, ഡ്യൂട്ടി ഫ്രീ സാധനങ്ങൾ വാങ്ങാൻ കറൻസി എക്സ്ചേഞ്ച് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്. നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം എന്താണ്. ഒരു ബിയർ വാങ്ങിച്ചിട്ടുണ്ട് കൊറിയന്ന്. അവിടെ ഒരു അമ്മച്ചിണ്ട്, ഇവിടെ സീമാൻ ക്ലബിലെ അമ്മച്ചിയാണ്. വാട്ട് ഇസ് യുവർ നെയിം? Mama. Mama very old. Old. Name. What is your name? Youngjakim. Youngjakim എന്നാണ് ഈ ഒരു അമ്മയുടെ പേര്. പക്ഷെ നമുക്കൊരു 3000 ഇവിടുത്തെ കൊറിയൻ കറൻസിക്ക് നമുക്ക് ഒരു ബിയർ തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ആൽക്കഹോളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. കൊറിയല ഇഷ്ടംമാര്, ഇതാണ് സീമംഗലം. ഇവിടുത്തെ അപ്പോൾ ഇഷ്ടംമാര് സാധനങ്ങൾ നമുക്ക് സീമമാരിക്ക് സാധനങ്ങൾ ഇവിടെ നമുക്ക് കിട്ടണ്ട കേട്ടോ. അപ്പം നമുക്കൊരു ബിയർ അടിച്ചത് തന്നെ ആദ്യം തുടങ്ങാം പരിപാടിയൊക്കെ. ഓക്കെ, കിറിൻ ബിയർ. ദിസ് ഈസ് സൗത്ത് കൊറിയൻ ബിയർ, ഫേമസ്. You don't know? പാപ്പാസാങ്. അപ്പം കിട്ടിയേക്കൊണ്ടൊരു ബിയർ കേട്ടോ, അടിച്ചു നോക്കാൻ വേണ്ടത്. കുറച്ച് കയ്പുണ്ട്, നല്ല കുഴപ്പമില്ല. ഇവിടെ കുറേ ഫേനിക്കനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും വാങ്ങിച്ചത്, അമ്മ എപ്പോഴും കഴിക്കണമല്ലോ. അപ്പോൾ നമുക്ക് കിറിൻസ് പ്രൈം ബ്രൂ എന്ന് പറഞ്ഞൊരു ബിയർ കഴിച്ചിട്ടുണ്ട്. പൊളപ്പനാണ്, നല്ല എക്സ്പീരിയൻസാണ്. നമ്മൾ എവിടെ ചെന്നാലും അവിടുത്തെ ബിയർ വാങ്ങിച്ച് കഴിക്കണം. അതാണ് അവിടുത്തെ ആൽക്കഹോൾ, അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചാൽ പിന്നെ ഇതുള്ളൂ, ഒരു സുഖമുള്ളൂ. അപ്പോൾ കൊറിയയിൽ വന്നാൽ ഇത് ഷെയർ ചെയ്ത ആൾക്കാർക്ക് അടിപൊളി ബിയർ ഉണ്ടോ. പോലീസ്. സോ outside drinking no problem in Korea. But it's problem. അപ്പം കലാബൂസ്. അപ്പോൾ പുറത്തു പോയി അടിക്കണേന് കുഴപ്പമൊന്നും, അടിച്ചിട്ട് നടക്കാനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അടിച്ചു വാട വെച്ച് പ്രശ്നം ഉണ്ടാക്കിയാൽ പോലീസ് കൊണ്ടുവന്നാ പറയണം. റൈറ്റ്? ഓക്കെ, ഐഫോൺ. സോ see you. Bye. Thank you. Simanglan. Good Simanglan. Too much alcohol. അപ്പോൾ നമ്മൾ സീമാങ്ക്ലബിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ബിയർ കുടിച്ചിട്ട്, പക്ഷെ കുടിച്ചുകൊണ്ട് നടക്കാൻ നല്ല മണി, എനിക്ക് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് നടക്കാം. ഓക്കെ, 5% ആൾക്കോളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുടിച്ച് കൂത്താടാനല്ലേ ഇവിടെ വന്നേക്കണം. നമ്മൾ ഇവിടെ എന്തൊക്കെയുണ്ട് അതൊക്കെ കാണാനാണ് വന്നേക്കണം. കുടിക്കാനും എവിടെയെങ്കിലും ആലോചിച്ച് കിടക്കാനാണെങ്കിൽ നാട്ടിലായാലും പറ്റൂലേ. അപ്പോൾ കോൺസെൻട്രേറ്റ് ഓൺ ബട്ട് എന്താ പറയുക, അവിടെ എന്താണ് കാണാനുള്ളത് അത് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാനൊരു 500 മീറ്റർ നടന്നിട്ട് ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ഒരു മ്യൂസിയം ഉള്ളത്. മറ്റേ അക്വേറിയം അല്ല, ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. പൊളപ്പൻ, അവിടെ പോട്ട് നടക്കാനുള്ളത്. ഇത് നോക്കിയേ, ഇത് എന്തൊരു സംഭവം എന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. മുകളിലോട്ട് കയറി പോകുന്നൊരു സംഭവമാണ്. അറിയില്ല ഇതെന്താണെന്ന്. ഇതിൻ്റെ ഈ സാധനം പിടിച്ചിട്ട് ആൾക്കാർ മുകളിലോട്ട്, ഈ മൗണ്ടന് മുകളിലോട്ട് കയറി പോകുന്നുണ്ട്.
നമുക്ക് എന്താന്ന് നോക്കാം, നമുക്ക് കയറാൻ പറ്റും നോക്കാം. നൈസാണല്ലേ. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതേ ഡോൾഫിൻ്റെ ഷോയാ. ഇതൊരു പതുക്കെ ഒരു ചെറിയൊരു മെട്രോൻ്റെ പോലെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. മുകളിൽ കുറേ ഗാർഡനൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് എന്താണെന്നറിയില്ല. പക്ഷേ നമുക്ക് പോകേണ്ട സ്ഥലം ഏതാണ്? ആ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ പോവാം. ഇവിടെ ഡോൾഫിൻ വെയിൽ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമെന്ന് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലായിടത്തും ഇങ്ങനത്തെ. ഇപ്പോൾ നമ്മൾ ജപ്പാനിൽ പോയപ്പോഴും ഇതുപോലെ തന്നെ മ്യൂസിയം കണ്ടായിരുന്നു. പൊളപ്പൻ ഇവിടെ ഒരു വെയിലിൻ്റെ ഒരു സ്റ്റാച്ചു ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ടിക്കറ്റ് എടുക്കണം തോന്നണം. അത് നോക്കാം എന്താണ്. താങ്ക് യു. ഗിഫ്റ്റ് ഇത് നമ്മുടെ വെയിറ്റ് ഐ ടേക്ക് വീഡിയോ. നമുക്ക് ഹാപ്പി ഈസ്റ്ററിന് ഒരു സൗത്ത് കൊറിയയിൽ നിന്ന് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹിയറോസ് ഈസ്റ്റർ എന്താണല്ലേ, നല്ല ആൾക്കാർ. നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചാണ് അവനെ. അപ്പോൾ നമുക്ക് അവനൊരു ഗിഫ്റ്റ് തന്നു. വേണ്ടാ, ഈ മുട്ടയുടെ കേസ് എനിക്കൊരു കഥ പറയേണ്ടത്. ഈ മുട്ട എന്തുട്ടാന്ന് അറിയും, ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ നിങ്ങളാ. സന്തോഷമായി വേണ്ടാ. നൈസ് ഫ്ലവേഴ്സും കാര്യങ്ങളും. എന്താണല്ലേ, ഇന്ന് ആരുമില്ല എൻ്റെ കൂടെ, ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയത്. എന്താവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അമ്മ എവിടെയായാലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി ഇറങ്ങണം. നമുക്ക് കാണാനുള്ളത്, നമുക്ക് പോകാനൊരു നമുക്കൊരു എയിം ഉണ്ടാ. നമുക്ക് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എത്തിയിരിക്കും. കൊറിയൻ കൊച്ചിനെ കണ്ട. ഹലോ വാട്ട് ഈസ് യുവർ നെയിം? ഈ ഒരു മ്യൂസിയം ജൻഗാൻസാനിൻ ഗോപോ വെയിൽ മ്യൂസിയം, അങ്ങനെ എനിക്ക് വായിക്കാൻ പറ്റണുള്ളത്. ഇവിടുത്തെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നമ്മുടെ തിമിംഗലം വെയിൽ ഇരിക്കണണ്ട അതിൻ്റെ മുകളിൽ. നൈസല്ലേ. അപ്പോൾ നമ്മളത് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാ 7000 ഇവിടുത്തെ കറൻസിയായി. അപ്പോൾ ഏകദേശം ഒരു $10-15 ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഷിപ്പിൻ്റെ മറ്റേ പൈറേറ്റ്സിൻ്റെ ഷിപ്പിൻ്റെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവർ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ മനസ്സിലായി കേട്ടോ. വെയിൽ ഹണ്ടേഴ്സാണ് ഇവർ കേട്ടോ. വെയിൽ ഹണ്ടേഴ്സിൻ്റെ ഒരു പ്രതിമയും ഒരു സംഭവമാണ് ഇവർ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. കൊള്ളാം. എന്തായാലും നമുക്ക് ഉള്ളിലോട്ടാന്ന് കയറി നോക്കാം. ഹലോ, ഇത് ഉണ്ടാക്കി വെച്ചേക്കണ ജസ്റ്റ് ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്താണെന്നറിയോ, കൊള്ളാട്ടാ. ഇത് ശരിയാണ്, നമ്മുടെ തിമിംഗലത്തിനെ വേട്ടയാടുന്ന ഒരു കൂട്ടം സംഘങ്ങളുടെ ഒരു ഷിപ്പാണിത്. അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണത്. നൈസ് ഒരു പാർക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഇത് കുറേ സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ. അതെ, അതൊക്കെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. താങ്ക് യു. അപ്പോൾ ഈ ലൈറ്റില്ലേ, ഈ ലൈറ്റ് ഫോളോ ചെയ്യാനാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഹായ്, താങ്ക് യു. ഈ ലൈറ്റ് കണ്ടോ, ഇവിടെ കുറേ പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് സംഭവം നമുക്ക് നോക്കാം. കണ്ട, ഇവിടെ കുറേ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ എൻട്രൻസ്. തിമിംഗലം മിൽക്ക് മാൻകി വെയിൽ. കൊള്ളാട്ടാ, ഇതിൻ്റെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരുന്നത്. ഗൈസ്, എനിക്കിപ്പോഴാണ് ഒരു സംഭവം മനസ്സിലായേട്ടാ. മറ്റേ നമ്മൾ പുറത്ത് കണ്ട ആ ഒരു ഷിപ്പിൽ ചെറിയൊരു ബോട്ട് വെയിൽ ഹണ്ടേഴ്സിൻ്റെ, അതാണിത് കണ്ടാ. അപ്പോൾ ഇവിടെ ഇത് കാര്യമായിട്ട് ഈ വെയിൽ ഹണ്ടേഴ്സിൻ്റെ ആ ഒരു ചൂഷണം നടന്നിരുന്നു. അപ്പോൾ അതൊക്കെ നിർത്തി. ഇപ്പം ഇല്ല. പണ്ടായിരുന്ന സംഭവം വെയിലിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ ഇല്ലീഗലായിട്ട്. അപ്പോൾ അതിൻ്റെ പണ്ടത്തെ ഒരു കഥകളും അതിൻ്റെ അന്ന് ഉപയോഗിച്ചിരുന്ന വെച്ചാൽ ആ ബോട്ടിൻ്റെ ഇവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പൊന്നോ കളിയാണ് ഞാനിപ്പോൾ എൻ്റെ സംഭവം കാണുന്നത്. കണ്ടാ, വെയിലിൻ്റെ മറ്റേ അസ്ഥികൂടം. എൻ്റെ പൊന്നോ, ഇതിൻ്റെ ഉള്ളിൽ ഈ സംഭവം സെറ്റ് ചെയ്ത് വെച്ചേക്കണ്ട. വെയിൽ ഹണ്ടേഴ്സിൻ്റെ ബോട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണ്ട നിങ്ങൾ. കൊള്ളാം അല്ലേ. ഇവിടെയും കുറേ സംഭവങ്ങൾ വെയിൽ ഹണ്ടേഴ്സിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ കണ്ട, വെയിലിനെ പിടിച്ച് അവർ ഹാർബറിൽ കൊണ്ടുവന്ന് അറുത്ത് എന്തായാലും ക്രൂരമായിട്ട് ഇതിനെ കൊന്ന്. പാവല്ലേ. നമ്മുടെ കയ്യിലുണ്ടൊരു വെയിലിൻ്റെ ടാറ്റു. കണ്ടോ, വെയിലല്ലേ, എവിടെ വെയിൽ വെച്ചിട്ടാണ് നമ്മുടെ കയ്യിലുണ്ടൊരു വെയിലിൻ്റെ ടാറ്റു. അപ്പോൾ വെയിൽ ഹണ്ടേഴ്സ് ഇത് നോക്കിയാലേ ടെക്നോളജി. അപ്പോൾ വെയിൽ ഹണ്ടിങ് നടന്നുകൊണ്ടിരുന്ന ഒരു ഏരിയയാണ് ഇതിട്ടാ. ഇപ്പോൾ ഒരു പ്രൊജക്ഷനിൽ കാണിക്കണത് എന്താല്ലേ. കണ്ട, അതേ പ്രൊജക്ഷനാണിത്. ടെക്നോളജി.
അപ്പം അടുത്ത ഫ്ലോറിൽ എത്തിക്കണത് എൻ്റെ പൊന്നളിയാതെ ഇതാണ് സംഭവം. അപ്പം നമ്മൾ അടുത്ത ഫ്ലോറിൽ എത്തിയൊക്കെയാണ്. വെയിലിൻ്റെ അസ്ഥികൂടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേ ഇവിടെ ഇരിക്കണത് ഒറിജിനൽ വെയിലിൻ്റെ അസ്ഥികൂടം. വെയിലിൻ്റെ മറ്റേ തലയുടെ ഭാഗമുണ്ടാ, തലയുടെ ഭാഗമാണ്, തലയോട്ടിയുടെ ഭാഗമാണത്. ഇത് കുഞ്ഞി വെയിൽ, മറ്റേ സ്പെയിൻ വെയിൽ. നിങ്ങൾ സ്പെയിൻ വെയിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഐ ഓഫ് ദ സീ എന്ന് പറഞ്ഞൊരു പാടുണ്ട്, അതൊന്ന് കണ്ടു നോക്കും. സ്പെയിൻ വെയിലിനെ പിടിച്ചിട്ട് ആൾക്കാർ മറ്റേ അതിൻ്റെ ഉള്ളിലാണ് ഒരു സംഭവമുണ്ട്, മെഴുക് പോലത്തെ ഒരു അടിപൊളി കഥയാണ്. അപ്പോൾ നമ്മിപ്പോൾ നിൽക്കണത് ഒരു വെയിലിൻ്റെ അസ്ഥികൂടത്തിൻ്റെ ഫ്രണ്ടിലാണ്. ആടാ ഡൈനോസറല്ല ഇട്ടത്, ഡൈനോസറല്ല, ഇത് വെയിലാണ്. ഇതേ വേറൊരു വെയിൽ. അപ്പോൾ നോക്കി, ഒരു തിമിംഗലത്തിൻ്റെ ഒരു വലിയ വെയിലിൻ്റെ അസ്ഥികൂടത്തിൻ്റെ ബാക്കിലാണ് നിൽക്കുന്നത് സൗത്ത് കൊറിയയിൽ. എന്താ അല്ലേ, ഇതൊക്കെ കാണാൻ പറ്റിയാൽ ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കണം കേട്ടോ. സ്പെയിൻ വെയിലിൻ്റെ വായയുടെ ഉള്ളിലെന്തോ സംഭവമാണ് തോന്നണത്. കൊള്ളാം, എന്തായാലും പൊളിച്ചുകൊണ്ട് കണ്ടാ. അവിടെ ഒരു വെയിലിൻ്റെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ ഇത്തരം വലിയ വെയിലിൻ്റെ ഒരു അസ്ഥികൂടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആടാ പക്ഷെ എന്താ അല്ലേ, എൻ്റെ പൊന്നളിയ ഇതിൻ്റെ വായൊക്കെ. ഇത് ഏത് വെയിലാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണം. എന്താണല്ലേ, എന്ത് വലുതാണല്ലേ. അപ്പോൾ ഇത്രയും അടിപൊളി ജീവിയുടെ അസ്ഥികൂടമാണ് എടുത്ത് വെച്ചേക്കാം കേട്ടോ. നമ്മൾ ന്യൂയോർക്കിൽ ടൈം സ്ക്വയറിൻ്റെ അവിടെ ഒരു പ്രാവശ്യം നമ്മൾ പോയപ്പോൾ ഇതുപോലെ നമ്മുടെ ഡൈനോസേഴ്സിൻ്റെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. ദ നൈറ്റ് അറ്റ് ദ മ്യൂസിയം എന്ന് പറഞ്ഞ സിനിമയിലെ മ്യൂസിയം. പക്ഷെ അവിടെ പോകാൻ പറ്റിയില്ല. ഞാൻ നേരെ ടൈം സ്ക്വയറിൽ പോയി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവിടെ പോകും. കൊറിയയിൽ സംഭവം സെറ്റ് ചെയ്തേക്കണ, ഒരു രക്ഷയില്ലാണ്ടായിട്ട് സെറ്റ് ചെയ്തേക്കണം. പിന്നെ മാംസം എല്ലാം പോയി, അസ്ഥികൂടം മാത്രമായി. കണ്ട അത് ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വേണ്ട നോക്കി, കൊറിയയിലാണ് എഴുതിയേക്കണം. അതുകൊണ്ടൊന്നും എനിക്ക് ഇവരെന്തൊക്കെയോ ഇതിനെ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഈ സാധനം പണിതേൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. വാവ്, അപ്പം നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു മ്യൂസിയം ഉണ്ടെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കേട്ടോ, കുറേ പേര് വന്ന് കാണുന്നുണ്ട് കേട്ടോ. നൈസുണ്ടോ വേബ് ഉണ്ടോ? ഇവിടെ കുറേ പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വെയിലിൻ്റെ. പിള്ളേരൊക്കെ ഇരുന്ന് കളിക്കാണ്ട് കേട്ടോ. കണ്ട കണ്ട കുഞ്ഞു പിള്ളേരുന്ന് കളിക്കാണ്ട. കൊള്ളാട്ടോ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് പോയാണ്. അപ്പം ഞാൻ മറ്റേ സ്പെയിൻ വെയിലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ സിനിമ ഒന്ന് കണ്ടു നോക്കുക. എൻ്റെ പേര് നല്ല സിനിമയാണ്. അതിൽ ഇതുപോലെ തന്നെ വെയിൽസിനെ ഹണ്ട് ചെയ്തിട്ട് അതിനെ പിടിക്കണ കുറേ വീഡിയോസും കാര്യങ്ങളും, പിന്നെ ഒരു ഇതുപോലെ തന്നെ ഒരു തിമിംഗലം അവരെ തിരിച്ച് ഹണ്ട് ചെയ്യണ ഒരു പടമാണത്. അപ്പോൾ ഒരു അടിപൊളി പടമാണ്. ആ പടമൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇതുങ്ങളെ എന്തിനാണ് പിടിച്ചിരുന്നതെന്ന്. ഇപ്പം അതൊക്കെ നിർത്തി. പക്ഷെ ഇപ്പോഴും നടക്കണ്ടെന്ന് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് എനിക്ക് തോന്നുന്നു ഓർക്കില്ലേ, മറ്റേ എന്നിട്ടാണ് പറയണം, ആളക്കൊല്ലി തെമ്മീങ്കലൂല്ലേ, അതാണെന്ന് തോന്നുന്നത്. നോക്കാം നമുക്കതേ തെമ്മീങ്കലത്തിനെ പിടിക്കണ ആ ഒരു സംഭവമില്ലേ, ആ അമ്പ്, അതിൻ്റെ ഒരു സാധനം ഉണ്ട് ഈ വെച്ചേക്കണത്. ദേ ഇവിടെ ഉണ്ട് അതിൻ്റെ ഫോട്ടോ. ഈ സംഭവം വെച്ചിട്ടാണ് തെമ്മീങ്കലത്തിനെ അവർ പിടിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. ഇവിടെ ഒരു പാർക്കുണ്ട് കേട്ടോ, അതിൻ്റെ മുകളിൽ നിന്ന് ഇഴുകി വരാം. നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഫ്ലോറിലോട്ട് പോവാം. എന്താ ഉള്ളത് നമുക്കറിയില്ല. ഇവനോ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, നൈസാണ്. ബാ നോക്കാൻ എന്താണ്. ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണാട്ടാ. ഇതേ മറ്റേ വെയിലിൻ്റെ സംഭവം. ഇവിടെ കുറേയും കൂടി അസ്ഥികൂടങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ ആളിയാ, എന്ത് രസമാണ് കാണാൻ. കടലിൻ്റെ ഉള്ളിലത് നൈസട്ടാ. വേണ്ട നമ്മുടെ തിമിംഗലത്തിൻ്റെ ഒച്ച കേൾക്കണ്ട, കേൾക്കണ്ട നിങ്ങൾ കേൾക്കണ്ട. എക്കോ കണ്ടിട്ട് ഇവിടെ
ആ അത് സൗണ്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേക്കണ്ട നിങ്ങൾ സൗത്ത് കൊറിയയിലാണ് 96 എന്ന് പറഞ്ഞ മൂവിയിൽ ഇതുപോലത്തെ ഒരു പേരിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. എന്ത് രസമല്ലേ. ഇതൊക്കെയാണ് നമ്മ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് ഈ കുലെ ഇങ്ങനെ 360 അടിക്കേണ്ട, പക്ഷെ ഈ ഒരു ചെറിയ സ്പേസിൽ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് നമുക്ക് ഒരു പിടുത്തില്ല. മെർക്കുറി പോലത്തെ ഉണ്ടോ, മെർക്കുറിയാണത് കണ്ട, അതാണ് ഇങ്ങനെ തിളങ്ങണത്. ഇത് മെർക്കുറിയാണ് സെറ്റ് ചെയ്തേക്കണത്. എന്ത് രസമായിട്ടാണ് ഈ പെയിൻറ്റിങ് സെറ്റ് ചെയ്തേക്കണവർ. കണ്ട സൗണ്ടും വൈബ്. ഈ ഇങ്ങനത്തെ ഒരു ഐഡിയ ഒക്കെ നമ്മുടെ നാട്ടിലും ചെയ്യാന്നുള്ളട്ടാ. നല്ലൊരു ക്രിയേറ്റിവിറ്റി ആയിട്ടുണ്ട്. രസമായിട്ടുണ്ട് നല്ല അല്ലേ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നേരെ എൻ്റെ പൊന്നോതിയെ തിമിംഗലത്തിൻ്റെ കുഞ്ഞുങ്ങൾ, ഡോൾഫിൻ്റെ കുഞ്ഞുങ്ങൾ അച്ചാറിട്ട് വെച്ചേക്കണ കേട്ടാ. ആയി ഇത് സ്ക്വിഡ് അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. അയില, ഡോൾഫിൻ്റെ കുഞ്ഞ്, തിമിംഗലത്തിൻ്റെ കുഞ്ഞ്, ഓർക്കഡ് കുഞ്ഞ്, സ്ക്വിഡ്, വേറെന്തൊക്കെയോ മീൻ കണ്ട. ഇഷ്ടംമാരെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ പറയാം. അത് കണ്ട, അത് പൊക്കൾ കൊടിയൊക്കെ നോക്കി, ഡോൾഫിൻ്റെയും തിമിംഗലത്തിൻ്റെയൊക്കെ പൊക്കൾ കൊടിയൊക്കെ കണ്ട. അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് വരാൻ പറ്റിയില്ല ഞാൻ ഭയങ്കര ഭാഗ്യവാനാണെന്ന് വിചാരിക്കുന്നു. എല്ലാ മാസം വന്നിട്ട് ഇപ്പം 3 മാസമായിട്ടുള്ളൂ. 3 മാസത്തിൽ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തതെന്ന് ഒരു പിടുത്തൂല. ഇതൊക്കെ നമ്മൾ വിചാരിച്ചില്ല, 2024 വിചാരിച്ചില്ല, 2025 ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമ്മളെ കാത്തിരിക്കേണ്ടെന്ന്. കണ്ട അങ്ങാടി ഞാൻ പോയിട്ട് ഞാൻ കാണിച്ചത് നിങ്ങളെ ഒരു തിമിംഗലത്തിൻ്റെ ഒരു വലിയ കട്ടൊരു സംഭവങ്ങൾ അവിടെ ഉണ്ട്. എന്തായാലും കൊള്ളാം. കണ്ട ഇത്രയും വലിയ തലവെട്ടി കണ്ണും അല്ലേ. സമ്മതിക്കണം, നമ്മുടെ ദൈവത്തിൻ്റെ ഓരോരോ ക്രീച്ചേഴ്സേ, മനുഷ്യനായാലും ഏതൊരു മൃഗം എടുത്താലും അതിൽ കുറേ സ്പെസിഫൈഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പല്ല് കണ്ട, പല്ല് അതാണല്ലേ ഫോസിൽ വെയിൽ ബോൺ. ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ബലീൻ ഓഫ് ബ്ലൂ വെയിൽ, ചിറക, തൊലിയ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇത്. ഇനി നമുക്ക് അടുത്തത് കാണാൻ പോവാം. കറങ്ങണ കസേര പോലത്തെ നമ്മുടെ തലയൊട്ടി കറങ്ങി തിരിഞ്ഞൂടെ വന്നിട്ടാണ്. ഇത് ഏതൊരു പ്രത്യേക നമ്മുടെ തിമിംഗലത്തിൻ്റെ തലയൊട്ടിയാണത്. അപ്പം നമ്മൾ അടിയിൽ നിന്ന് കണ്ട ഒരു തിമിംഗലത്തിൻ്റെ വാലുതി അവിടെ ഉണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഒരു 2-3 ഫ്ലോറായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തേക്കണത്. കണ്ട ഇത്രയും വലിയൊരു തിമിംഗലത്തിൻ്റെ സെയിം ഒരു അസ്ഥികൂടമാണ് അടിയിൽ അവർ സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ മനസ്സിലായില്ലേ എന്തൊരു വലുതാണെന്നത്. അപ്പോൾ പച്ചനെ നമ്മുടെ ബാക്കിൽ കാണുന്നത് ഒരു വലിയ തിമിംഗലത്തിൻ്റെ ഒരു അസ്ഥികൂടം സെറ്റ് ചെയ്ത് വെച്ചേക്കണ്ട. അത് മണലാന്ന് എനിക്ക് തോന്നണം. തൊടണില്ല, അറിയാത്ത കാര്യങ്ങളിൽ കൈവെക്കണത് ശരിയല്ല. അപ്പോൾ നിങ്ങളെ ചുറ്റും ഞാൻ കാണിച്ചു തരാം. ഫുള്ള് അസ്ഥികൂടത്തിൻ്റെ ഡോൾഫിൻ്റെ അസ്ഥികൂടവും ഈ ഒരു ഡോൾഫിൻ്റെ അസ്ഥികൂടം ഇത്രയും ഉള്ളൊരു ഡോൾഫിന് ഇത്ര ഉള്ളൊരു അസ്ഥികൂടം ഉണ്ടാവും കേട്ടോ. ഇപ്പം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ സൗത്ത് കൊറിയയിൽ വന്നാലും ഒരു ചാൻസ് കിട്ടിയാൽ ഈ ഒരു മ്യൂസിയത്തിൽ പോകാൻ മറക്കരുത്. ഞാൻ എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കടയിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ പൊന്നോ, ഇത് കണ്ട ഡൈനോസറാ പണ്ടിറങ്ങാൻ. മറ്റേ ജുറാസിക് വേൾഡ് എന്ന് പറഞ്ഞ സിനിമയിൽ ഏറ്റവും അവസാനം മറ്റേ വെള്ളത്തിൻ്റെ അടിയിൽ ഒരു ഡൈനോസർ ഉണ്ടാവില്ലേ, വെയിൽ ഡൈനോസർ, അതിൻ്റെ സ്കെലറ്റൻ ആൾട്ടൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. പക്ഷെ എന്താ അല്ലേ, കൊള്ളാൻ എന്തായാലും പൊളപ്പാൻ. അത് ഫുള്ള് ചുറ്റി നിങ്ങളെ കാണിച്ചു തരാം. കണ്ടാ നമ്മൾ തിമിംഗലത്തിൻ്റെ കുഞ്ഞിൻ്റെ ഇത് കണ്ട. ഇത് ഡോൾഫിനാണ് തിമിംഗലമാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ കണ്ടിട്ട് തിമിംഗലത്തിൻ്റെ കുഞ്ഞാണെന്ന് എനിക്ക് തോന്നണം. അതിൻ്റെ സ്കെലറ്റനാണ് കണ്ടത്. നൈസ്. ഇവിടെയും കുറേ സ്കെലട്ടൺ വെച്ചിട്ടുണ്ട് കേട്ടോ അവർ, ചെറിയ ചെറിയ ഡോൾഫിൻ്റെയും തിമിംഗലത്തിൻ്റെയൊക്കെ. നൈസ്. അവിടെ തിമിംഗലത്തിൻ്റെ നേരത്തെ കണ്ടില്ലേ, അതിൻ്റെ സെയിം ഒരു വായയുടെ ഭാഗമുണ്ട്. നൈസ്. ഇത് ഈ ഒരു വെയിലിൻ്റെയും ഇത് ഒറിജിനലാണോ?
ഇത് ഒറിജിനലാണ്ടാ. വേണ്ടാ, ഇതിൻ്റെ മറ്റേ കൊമ്പൻ എന്നൊക്കെ പറയും. ഞാർവേൽ വേണ്ടാ, പൊളപ്പൻ, അതിൻ്റെ കൊമ്പാണ്ട്. ഇതിൽ തൊടാട്ട കുഴപ്പമൊന്നുമില്ല. അത് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞാൽ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എന്നിട്ടാണത്? ഇത് മണ്ണല്ല, എന്തൊരു മണ്ണാണ്ട്. കൊള്ളാൻ. എനിക്ക് ഒരു ഭാഗ്യം ഉണ്ടായി തിമിംഗലത്തിൻ്റെ അസ്ഥി കൂടത്തിൽ തൊടാനായിട്ട്. ഇവിടെ വെച്ചിട്ടുണ്ട് അവർ, ഒരുപാട് പേര് തൊട്ടിട്ടുണ്ടാവും. കണ്ടോ, ഒറിജിനൽ എന്ന് എഴുതി വെച്ചേക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ തിമിംഗലത്തിൻ്റെ അസ്ഥി കൂടത്തിൻ്റെ നട്ടലിൻ്റെ ഭാഗം. കണ്ട, ഒറിജിനൽ ഉണ്ടാകേണ്ട. കണ്ട, നിങ്ങൾക്ക് കാണാൻ പറ്റും ഒറിജിനലാണത്. എന്താ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഷെല്ലിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് ഭാഗം കണ്ട. ഇവിടെ ഇത്രയും ഓപ്പണായിട്ട് ഇത് വെച്ചിരിക്കുന്നത് ചില അത്രയും ട്രസ്റ്റാണ് ഈ നമ്മുടെ ഗവൺമെൻറ്റിന്. ഇവിടുത്തെ സൗത്ത് കൊറിയയില ആരും ഒന്നും ചെയ്യില്ല, ആരും ഇത് നശിപ്പിക്കില്ല എന്ന്. അപ്പം നമ്മളെപ്പോലുള്ള ഫോറിനേഴ്സ് വന്നിട്ടായിരിക്കും ഇതിലെന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ അവിടേക്ക് ഇങ്ങനെ ഒരു മ്യൂസിയത്തിൽ ഇതുപോലെ തന്നെ ഓപ്പണാക്കി വെച്ചിരുന്ന ഇതിലൊക്കെ എന്തൊക്കെ ചെയ്താനല്ലേ ആൾക്കാർ, എല്ലാവരും അല്ലേ പറയണത്. എന്നാലും ഇവിടെ ഓപ്പണായിട്ട് ഇതൊക്കെ സ്കെൽറ്റനൊക്കെ വെച്ചപ്പോൾ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇവിടെ ആരും ഞാൻ തൊട്ട് ഓക്കെ, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതായിരുന്നു ആ വെയിൽ ഹണ്ടേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടിരുന്ന വെച്ചാൽ ആ ഒരു കുന്തം പോലത്തെ സംഭവം ഇതിനെ പിടിക്കാണ്ട്. ഇത്രയും വലിയ വെയിലിനായിട്ട് അവർ പിടിച്ചുകൊണ്ടിരുന്ന വെച്ചത് കണ്ടോ. ഈ ഒരു ആയുധങ്ങളൊക്കെ വെച്ചാണ് ഇവർ പിടിച്ചുകൊണ്ടിരുന്ന വെച്ചത്. ഇതുപോലത്തെ കുറേ കുന്തവും കാര്യങ്ങൾ കണ്ട അവർ പണ്ട് പിടിച്ചുകൊണ്ടിരുന്ന വെച്ച ഫുട്ടേജും കാര്യങ്ങളൊക്കെ കണ്ട. ഇത് ഏത് വർഷമൊന്നും എനിക്കറിയില്ല, ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. കണ്ടോ, ഇതിൻ്റെ മീറ്റും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നവർ. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരട്ടെ. കണ്ടോ, ചത്തിട്ടില്ലടാ, അറക്കണുണ്ട് ഇതിനാ. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് ചേട്ടാ. കണ്ടോ, പിന്നെ ഇവിടെ ഇതിൻ്റെ മീറ്റിൻ്റെ സംഭവം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മീറ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യണ കുറേ സംഭവങ്ങളുണ്ട്. ഇത് അതിൻ്റെ ബോണ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയേക്കണ സംഭവങ്ങളുണ്ട്. അത് വെച്ച് കൊട ഉണ്ടാക്കിയേക്കണത്. അതിൻ്റെ ബ്രെഡ്, അതിൻ്റെ ക്യാൻ ഫുഡ്, അതിൻ്റെ കേക്ക്, അതിൻ്റെ ബേക്കൺ, അത് വെച്ച് ഉണ്ടാക്കിയേക്കണ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾക്ക് വേണ്ടിയാണ് ഇതിനെ കൊന്നുകൊണ്ടിരുന്നത്. ഹാം, ഇതിൻ്റെ സോസേജസ്, വെയിലിൻ്റെ ടെയിൽമേറ്റ്, സോപ്പ, സാമ്പിള്, ജലാറ്റിൻ, മാർഗറീൻ, ബ്രെഡ്, കേക്ക്, വെയിൽ സ്കിന്ന്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ, മരുന്നുകൾ, തൈറോയിഡിൻ്റെ, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ വെയിലിൻ്റെ മീറ്റ് വെച്ചിട്ട്, വെയിലിൻ്റെ എല്ലാം വെച്ചിട്ട് ഉണ്ടാക്കുമായിരുന്നിട്ട് ഇവർ. ഉണ്ടാ മെയിനായിട്ട് മെഴുക്, ക്യാൻഡിൽ ഉണ്ടാക്കുമായിരുന്നു എനിക്കറിയാമായിരുന്നു. അതാണ് മറ്റേ സിനിമയിലുള്ളത്. അതുപോലെ തന്നെ കുറേ ഓയിലും കാര്യങ്ങളും, പെർഫ്യൂം. പെർഫ്യൂം എന്തായാലും ഉണ്ടാവില്ല. ഇതിൻ്റെ ഛർദിയിൽ നിന്ന് പെർഫ്യൂം ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ എൻ്റെ ഛർദിയിൽ നിന്ന് മരുന്നുകൾ. അപ്പോൾ ഫുള്ളൊരു തിമിംഗലത്തിൻ്റെ ഒരു മയമാണ് ഇവിടെ കേട്ടോ. ഫുള്ള് തിമിംഗലത്തിന് വേണ്ടി മാത്രമുള്ളൊരു മ്യൂസിയം. സൂപ്പർ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ എൻ്റെ ഫോട്ടോസും കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അന്നത്തെ ഒരു കട്ട് ചെയ്തെടുക്കണുണ്ടോ എല്ലാ കാര്യങ്ങളും. ഈ സംഭവം ഇപ്പോൾ നിർത്തി ഇവിടെ, വെയിൽ ഹണ്ടിങ് എന്ന് പറഞ്ഞ സംഭവം. കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വരാൻ പറ്റിയതിന് ദൈവത്തിനോട് നന്ദിയും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്ത മ്യൂസിയത്തിലോട്ട് പോയാണ്. 2 ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇപ്പോഴാണ് നമ്മൾ സംരക്ഷിക്കാൻ തുടങ്ങിയേക്കണം കേട്ടോ. എന്തായാലും ഇതിനിങ്ങനെ കാണാൻ പറ്റി. പക്ഷേ ഇതിനെ ലൈവായിട്ട് ഞാൻ ഒരാവശ്യമല്ല കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ടൂറിന് നമ്മൾ അലാസ്കയിൽ പോയിട്ടുണ്ട്. അവിടെ ഞാൻ ലൈവായിട്ട് ഇതിനെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ചാടണത്. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് എൻ്റെ പഴയ വീഡിയോസും ഫോട്ടോസും ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട്. 2017 തൊട്ടുള്ള ട്രാവലിംഗ് ഫോട്ടോസ്. അന്ന് വ്ളോഗിങ് ഒന്നും ഞാൻ ചെയ്യേണ്ടായിരുന്നില്ല. വ്ളോഗിങ് തന്നെ കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. ഇപ്പം ടെക്നോളജി വർദ്ധിച്ചു, എന്താ പറയുക, ഒരു ഐഫോൺ വാങ്ങിച്ചു. അന്നൊക്കെ ഐഫോൺ വാങ്ങാനുള്ള ഒരു പ്രാപ്തി പോലും എനിക്കുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഇല്ല. എന്നാലും വെറുതെ കുറേ പൈസ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതെന്തെങ്കിലും യൂസ്ഫുൾ ആവണ്ടേ നമുക്ക്. കുറേ വ്ളോഗിങ് തുടങ്ങിയാലോ എന്ന് ആലോചിച്ചപ്പോൾ നമ്മൊരു ഐഫോണും കൂടി വാങ്ങിച്ചു. പക്ഷേ അന്നൊക്കെ ഒരു ഐഫോൺ വാങ്ങിച്ചിരുന്നെങ്കിൽ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ കുറേ അമേരിക്കയിലെയും കുറേ 17 രാജ്യത്ത് ഞാൻ പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ കണ്ട, അപ്പോൾ നമുക്ക് അടിയിലോട്ട് ഇറങ്ങാം. ഇനി അടിയിൽ എന്താ ഉള്ളത് നോക്കാം. ഇനി എക്സിറ്റ് ആണുള്ളത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത മ്യൂസിയത്തിൽ പോയിട്ട് പറയാം. സൗത്ത് കൊറിയയിലെ ഉൾസാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നാൽ ഈ ഒരു മ്യൂസിയത്തിൽ വരെ മറക്കരുത് കേട്ടാ. ഇതേ കണ്ട ഈ മീൻകലത്തിൻ്റെ ആ ഒരു സ്കെലട്ടൻ കണ്ട മോനെ, എന്താ അല്ലേ, എത്ര വലുതാന്ന് നോക്കി ഇത് ഈ മീൻകലത്തിൻ്റെ സ്കെലട്ടൻ. അപ്പോൾ നമ്മൾ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് പുറത്തിറങ്ങിയിട്ടോ. ഇവിടെ കുറേ സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ കാണാനുണ്ട് കേട്ടോ. എന്തായാലും നൈസ് വൈബുള്ളൊരു സ്ഥലമാണ്. അടുത്ത മ്യൂസിയത്തിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ ഗൈസ്, ഇവിടെ ഒരു അടിപൊളി 3D ഒരു പെയിൻറ്റിങ് കൂടെ ഉണ്ട് കേട്ടോ. അത് പിള്ളേരൊക്കെ ഒന്ന് കളിക്കാനുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അടുത്ത മ്യൂസിയത്തിലോട്ട് പോകാം. അവിടെ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ എന്തോ കാണാനുണ്ട്, നമുക്ക് നോക്കാം ഇവിടെ എന്താന്ന് കേട്ടോ. നൈസ് സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മഴ ശകുനമാക്കിയല്ലോ ദൈവമേ. എന്തായാലും കുഴപ്പമില്ല, ഇതിൻ്റെ ഉള്ളിലാണല്ലോ, ഇവിടെ അടുത്ത് തന്നെയാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനായ വെയിൽ എക്സ്പീരിയൻസ് ഹാൾ. ഇതിൻ്റെ ഉള്ളിലെങ്കിൽ വെയിലുണ്ടാ, നമുക്ക് നോക്കാം എന്താണെന്ന്. മഴ 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 ഇത് എല്ലാവരും ഓടി വേണ്ട കേട്ടോ, പിള്ളേരൊക്കെ ആയിട്ട്. അതിൻ്റെ ഉള്ളിൽ എന്താണ്? ഹലോ, ആ ഇവിടെ വെയിലുണ്ട് കേട്ടാ. ഇവിടെ ഡോൾഫിനാണുള്ളത് കണ്ട, ഒറിജിനൽ ഡോൾഫിൻ. ആ ഇവിടെ ഡോൾഫിൻ ഉണ്ട് കേട്ടോ. ഇത് ചെറിയ ഡോൾഫിൻ വേണ്ട. അതെ, ഇത് ഡോൾഫിൻ അപ്പിട്ട് ഉണ്ടോ നിങ്ങൾ? കളിക്ക് നോക്കിയാ നിങ്ങള്. ഡോൾഫിൻ 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 ഡോൾഫിൻ. ഇതുപോലത്തെ തന്നെ നമ്മൾ ജപ്പാനിലും കണ്ടായിരുന്നു. പക്ഷെ അത് വലിയ അക്വേറിയം ഉണ്ടോ, ഇതൊരു ചെറിയ അക്വേറിയം. അടുത്ത മ്യൂസിയം അല്ലേ ഇത്, ഇതൊരു ചെറിയൊരു ഇതിന് മുകളിലോട്ട് കയറി കാണാൻ കേട്ടാ. എനിക്ക് ഇതിലേ പോവാ. വെയിൽ അക്വേറിയം എന്നാണ് എഴുതിയിട്ടുണ്ട്. ഈ കണ്ട കണ്ട കണ്ട. അപ്പൊ ഇതിന്റെ മുകളിലോട്ട് നമുക്ക് കയറിയാല് നമുക്ക് വെയിലിനെ കാണാം, അല്ല ഡോൾഫിനെ കാണാം. ഇത് ഇവിടെ വരെ കിടന്ന് കളിക്കാൻ കേട്ടോ. കുറച്ചു നേരമായി ഇങ്ങനെ അപ്പുറ സൈഡിൽ നിന്നാണ് കണ്ടത്. മുകളിൽ ഇതിന്റെ ഷോ നടക്കണ്ടേ, നമുക്ക് പോയി നോക്കാം എന്താണ്. കുറെ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു പിള്ളേർ. ഇവിടെയാണ് നമുക്ക് ഡോൾഫിന്റെ ഷോ കാണാൻ പറ്റണം. ഈ സാധനമായിട്ട് പോണണ്ടത്. ഓ നിങ്ങൾ കളിക്കണ്ട. പക്ഷെ നമ്മ കടലിൽ ഇങ്ങനെ ഷിപ്പ് പോകുമ്പോ സൈഡിൽ കൂടി പോണ ഡോൾഫിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ല. ആ ഒരു ഭംഗി ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ ഡോൾഫിനെ എത്ര കാണിച്ചാലും നമുക്ക് കിട്ടൂല ആ ഒരു ഫീലിംഗ്. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ബൈ ബൈ. പണ്ട് അവര് വെയിലിനെ പിടിച്ചോണ്ടിരുന്ന വെച്ചാൽ ഒരു സംഭവം അവര് ആ ഹാർബറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ്ട. എന്ത് രസമുള്ളത്. വെയിലിനെ പിടിച്ചിട്ട് അവര് ഷിപ്പ് ബോട്ടിൽ ഇടൂലിട്ട ഇങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് വരും. അതാണ് അവർ ചെയ്യുന്നത്. മറ്റേ സിനിമയില്ലേ ഞാൻ പറഞ്ഞത്, ദ ഐ ഓഫ് ദ സീ എന്ന് പറഞ്ഞ, ഹാർട്ട് ഓഫ് ദ സീ, ഐ ഓഫ് ദ സീ എന്നങ്ങനെ പറഞ്ഞൊരു പടമുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം. ആ ഒരു പടം കണ്ടാൽ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവും ഇവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ. കണ്ട, അത് ഇതൊരു സെയിം സ്റ്റോറി തന്നെയാണ് അതിലുള്ളത്. ഇവർ കുക്ക് ചെയ്യുന്നുണ്ട്, ഇവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്താണല്ലേ അത് കറക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചേക്കാനുണ്ട് ഇവർ. നല്ല രസമല്ലേ, നല്ലൊരു മ്യൂസിയം. കടയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതും ഹാർബറിലിട്ട് വെട്ടണതും അത് തിമിംഗലത്തിനെ പീസാക്കി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണത് കറക്റ്റായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവരുണ്ടാക്കി വെച്ചേക്കാൻ ഉണ്ടാവും. അടിപൊളി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നിട്ട് ഇവിടെ. പോയില്ലെങ്കിൽ ഭയങ്കര മിസ്സായി പോയാണ്. ഇതെന്താണെന്നറിയോ? ഓ ഇതാണ് മറ്റേ മീൻ, മറ്റേ സുനാമി വരുമ്പോൾ ജപ്പാനിലൊക്കെ കടലിൻ്റെ അടിയിൽ നിന്ന് തീരത്തോട്ട് അടുക്കണം മീനില്ലേ, അതാണ് ഈ മീൻ. കണ്ട, മറ്റേ അപശകുനമായിട്ട് പറയണ ആ ഒരു മീനില്ലേ, ആ മീനിൻ്റെ പേരെന്താണ്? അറോർ ഫിഷ് പമ്പ് എന്നൊക്കെ പറയും. ഈ ഒരു സംഭവം കടലിൽ അടിഞ്ഞാൽ, ബീച്ചിൽ അടിഞ്ഞാൽ സുനാമി വന്നെ എന്തെങ്കിലും ഭൂകമ്പം വന്നെന്നാണ് അതിൻ്റെ ഒരു
അർത്ഥം. നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ, ആ ഒരു മീനുണ്ട്. ഇത് സൗത്ത് കൊറിയയിലെ ഒരു മ്യൂസിയത്തിൽ വെച്ചേക്കാണ്. അടിപൊളി. അത് വെള്ളം ഉണ്ടോ, വെള്ളമാണോ ലിക്വിഡാന്ന് അറിയില്ല. പക്ഷെ അപ്പം ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യട്ടാ. കുളപ്പൻ ഇവിടെ കുറേ ഗോൾഡ് ഫിഷ് ഉണ്ട്. സാധാരണ ഒരു അക്വേറിയം. ഇവിടെ പിന്നെ കുറേ മീനുകളുണ്ട്. നമ്മൾ ഓൾറെഡി ജപ്പാനിലെ അക്വേറിയത്തിൽ പോയത് കൊണ്ട് ഇത് കണ്ടിട്ടൊന്നും തോന്നണില്ല. എന്നാലും വണ്ടർഫുള്ളായിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. വാവ്. ഇവിടെയും വെറൈറ്റി മീതി അയിലി, പെരണ്ടി, അയില, കണ്ടാ അയിലാണ്. അയില 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 അക്വേറിയത്തിൽ അയിലിട്ട് വളർത്തണം. കണ്ടാ അയിലിനെ കണ്ട, അയിലയാണത്. അപ്പൊ ഗായ്സ് കണ്ടിട്ട് എനിക്ക് അയിലായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് ഈ മീനിനെ കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ കമന്റ് ചെയ്യട്ടാ. ഇതേ വേറെ കുറെ കുഞ്ഞു ഫിഷ്. ഒരു അടിപൊളി ഒറാങ്കുട്ടൻ അല്ലേ. പണ്ട് ഇതിനൊക്കെ വളർത്തിയിട്ടുണ്ട്. പള്ളിപ്പെരുന്നാളിന് വരുമതി. ഇതിൻ്റെ മൂട് നോക്കി, അയ്യോ എന്ത് മീനാണ് ഇതൊക്കെ. നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് ഞാൻ ഇടുമ്പോൾ തന്നെ അപ്പം തന്നെ ചത്തു. ഇത് കാശ് പോലെയാണ് പരിപാടി. നിങ്ങൾക്കും അതുപോലെ തന്നെ സെയിം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. അതെ ഇതുപോലത്തെ ഗോൾഡ് ഫിഷിനൊക്കെ വീട്ടിൽ വാങ്ങിച്ച് അക്കൂട്ടത്തിലിട്ട് അപ്പം തന്നെ മരിച്ചു പോകും. എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇവിടെ ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ചങ്കിരി നിങ്ങൾ ഷെയർ ചെയ്ത് കണ്ട. ഇവിടെയും കുറേ അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. എന്ത് മീനാന്ന് എനിക്കറിയില്ല. അതായത് വികലാംഗ മീനാന്ന് തോന്നുന്നുണ്ട്. പാവം ഇതിനെന്തോ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറിയൊരു ഡോൾഫിൻ്റെ ഷോയും പിന്നെ കുറച്ച് മീനെയൊക്കെ കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. മഴയൊക്കെ ഒതുങ്ങി കേട്ടോ. നല്ല ക്ലൈമറ്റാണ് ഇപ്പം. രണ്ടര അടിച്ചാലോ അതുണ്ട്. അപ്പോൾ ചെറുതായിട്ട് എവിടെയെങ്കിലും പോയി ഇങ്ങനെ റിലാക്സ് ചെയ്യുക. ഇനിയുണ്ട് ഞങ്ങൾ ഒരു 30 ദിവസം ഉണ്ട് ഇവിടെ സൗത്ത് കൊറിയയിൽ. മെമ്മറിയൊക്കെ ഫുള്ളായി. ഇനി എഡിറ്റ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ സൗത്ത് കൊറിയയിലെ വിശേഷങ്ങൾ ഇനിയും ബാക്കിയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഇവിടെ ഞങ്ങൾ നിലത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഏതായാലും സോളോ ആയിട്ട് ഇങ്ങനെ നടക്കാനും എന്താ പറയുക ഒരു വൈബാണ്. സമാധാനം, സ്വസ്ഥം. അവരങ്ങാട് പോയി ഇവരിങ്ങാട് പോയി അവരെ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് എവിടെ വേണമെങ്കിലും പോവുക, എന്ത് വേണമെങ്കിലും ചെയ്യുക. നല്ലൊരു റിലാക്സേഷൻ ഉണ്ട്. കുറച്ച് ബാക്കി ആരും കാണാണ്ട് ഒറ്റക്ക് ഷിപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പാണ്, വെയിലില്ല. കർമ്മയ്ക്കൊക്കെ പോയി നല്ല അടിപൊളി വെതറാണ്. അപ്പോൾ നിങ്ങൾ സൗത്ത് കൊറിയയിൽ വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വരാൻ പ്ലാൻ ഇടുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ. അടിപൊളി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. ഇത് ഉത്സാൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇഞ്ചുവനും സോലക നമ്മുടെ ക്യാപിറ്റലാണ്, അത് നോർത്തിലാണ്, ഇത് സൗത്തിലാണ്. അപ്പോൾ സ്ഥലം മറക്കരുത്. അപ്പോൾ എവിടെ പോയാലും നിയർ ബൈ വാട്ട് ഈസ് എ ടൂറിസ്റ്റ് പ്ലേസ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ കിട്ടും. പോവാ, ഏറ്റവും അടുത്തുള്ള സ്ഥലത്തൊക്കെ പോയി കാണാം, എക്സ്പ്ലോർ ചെയ്യുക. ഇതൊക്കെ ഞാനിപ്പോൾ ഒന്നില്ലേ 4000 രൂപ ഞാൻ ചേഞ്ച് ചെയ്ത് 2000 രൂപ പോലും കയ്യുന്നതായിട്ടില്ല. സൗത്ത് കൊറിയയിൽ ഞാൻ അടിച്ചു പൊളിക്കണത് 2000 രൂപക്ക്. മനസ്സിലായ? അതാണ് നമ്മുടെ സീമന്മാരുടെ ലൈഫ്. ഇതുപോലെ കുറേ എന്താ പറയുക ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും ഉണ്ട്. സ്ഥലങ്ങൾ ഫ്രീ ആയിട്ട് കാണാനും വിസയുണ്ട്, വിസയും പാസ്പോർട്ടൊക്കെ കയ്യിലുണ്ട്. അതൊക്കെ ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ പോട്ടേജനും കമ്പനിയൊക്കെ അറേഞ്ച് ചെയ്ത് തരും. അതിന് പൈസ ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മച്ചാനെ ഇവിടെ ഒരു പാസഞ്ചർ ചെറിയൊരു ഷിപ്പ് ഉണ്ട് കേട്ടോ. വെയിൽ വാച്ചിങ് ടൂറാണ്. അപ്പോൾ ഇവിടെ 3 മണിക്കൂർ ഇവർ കടലിലേക്ക് കൊണ്ടുപോയിട്ട് ഡോൾഫിനെയും തിമിംഗലത്തിനെയൊക്കെ കാണിച്ചു തരും. അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും പിടിക്കാം. അപ്പോൾ ഡോൾഫിനെയും തിമിംഗലത്തിനൊക്കെ നമുക്ക് കടലിലൊക്കെ കാണാറുള്ളതാണ്. ഇവർ കാശ് കൊടുത്ത് പോയി കാണുന്നു, നമ്മൾ ഫ്രീ ആയിട്ട് കാണുന്നു, അത്രയുള്ള വ്യത്യാസം. അപ്പോൾ 3 മണിക്കൂറാണ്. 3 മണിക്കൂർ അങ്ങനെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. 3 മണിക്കൂർ നമുക്ക് വേറെ എന്തൊക്കെ കാണാൻ പറ്റുമെന്നും